എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൊച്ചിയിൽ നിന്നുള്ള 5 വിമാനങ്ങൾ റദ്ദാക്കി. ബഹ്റൈൻ, ദമാം, ഹൈദരാബാദ്, ബംഗളൂരു, കൊൽക്കത്ത വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് തീരുമാനം. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. തുടർച്ചയായി എയർ ഇന്ത്യ സർവീസ് പ്രതിസന്ധിയാകുന്നത് യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ജോലിയിൽ പ്രവേശിക്കുന്നതിലെ നടപടിക്രമങ്ങൾ ജീവനക്കാരുടേത് വൈകുന്നത്? സരിത, ഗുഡ് മോർണിംഗ്. ഇന്നലെയും സമാനമായ സംഭവം കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ഈ സമാനമായ രീതിയിൽ ഫ്ലൈറ്റുകൾ റദ്ദാക്കുന്നുണ്ട്. അത് പ്രശ്നപരിഹാരത്തിന് ശേഷവും ഇത് തുടരുകയാണ്. ഇന്നലെ 6 വിമാനങ്ങൾ കൊച്ചിയിൽ നിന്നുള്ളത് റദ്ദ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് 5 വിമാനങ്ങൾ കൂടി റദ്ദ് ചെയ്തിരിക്കുന്നത്. രാവിലെ മുതൽ പുലർച്ചെ മുതൽ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. അതിൽ ബഹ്റിൻ, ദമാം, ഹൈദരാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇതിലെ യാത്രക്കാരെ ഇന്നലെ തന്നെ വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും തന്നെ രാവിലെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമായും ഈ എയർ ഇന്ത്യയിലെ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. അവരെ തിരികെ എടുക്കും എന്നുള്ളൊരു ഉപാധിയുടെ പുറത്തുകൂടിയാണ് സമരം പിൻവലിച്ചതും വീണ്ടും സർവീസുകൾ തുടങ്ങിയതും. പക്ഷേ ഈ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള കാലതാമസമാണ് ഇങ്ങനെ ഫ്ലൈറ്റുകൾ റദ്ദാക്കാൻ കാരണം എന്നുള്ളതാണ് എയർ ഇന്ത്യ അധികൃതരുടെ വിശദീകരണം. എന്തായാലും വരും ദിവസങ്ങളിലും ഇങ്ങനെയുള്ള പ്രതിസന്ധി തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവിധ, ഈ വിമാനങ്ങൾ റദ്ദാക്കിയത് യാത്രക്കാരെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അവർക്ക് മുൻപ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും ഈ ഇന്ന് പുലർച്ചെ മുതൽ റദ്ദാക്കുന്ന വിമാനങ്ങളുടെ അറിയിപ്പ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് സന്ദേശങ്ങളായി യാത്രക്കാരുടെ മൊബൈൽ ഫോണിലേക്കും ഒപ്പം എയർ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചത്. എന്തായാലും അങ്ങനെ മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഈ യാത്ര മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്തവർക്ക് അവരുടെ യാത്ര മുടങ്ങുന്നു എന്നുള്ളൊരു പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്. മറ്റു മാർഗങ്ങൾ എന്തായാലും പെട്ടെന്ന് ഉടനടി ഈ ഉദ്ദേശിച്ച യാത്ര നടത്താനുള്ള മറ്റു മാർഗങ്ങൾ എന്തായാലും ഉണ്ടാവില്ല. എന്തായാലും വരും ദിവസങ്ങളിലേക്ക് യാത്ര നീട്ടിവെക്കുക എന്നുള്ളത് മാത്രമാണ് യാത്രക്കാർക്ക് മുന്നിലുള്ളത്. എന്തായാലും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി അശ്വിൻ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൊച്ചിയിൽ നിന്നുള്ള 5 വിമാനങ്ങൾ റദ്ദാക്കി. ബഹ്റൈൻ, ദമാം, ഹൈദരാബാദ്, ബംഗളൂരു, കൊൽക്കത്ത വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വിവരങ്ങളാണ് അശ്വിൻ പാലാഴി നൽകിയത്.